പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരങ്ങളെ, ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന ഈ വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഈ ദിവസത്തിൽ പുത്തൻ ഉണർവും പുതിയ ചിന്തയും പുതിയ കൃപയും ശ്രവിക്കുന്ന എല്ലാ മക്കളിലും കടന്നു വരട്ടെ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സമാധാനവും, ഐശ്വര്യമില്ലാത്ത കുടുംബങ്ങളിൽ ഐശ്വര്യവും, സ്നേഹം വറ്റിപ്പോയിടത്ത് സ്നേഹവും ചൊരിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നയിക്കപ്പെടുവാനിടയാകട്ടെ. നമുക്കൊരു പുത്തൻ ചിന്തയും പുതിയ ഉണർവും ഉള്ളവരായി മാറുവാൻ ഈ ശുശ്രൂഷ ഏവരെയും അഭിഷേകം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്, ജീവിതത്തിൽ എല്ലാത്തിനും ഒരു അവസരമുണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ അതിൽ വളരെ മനോഹരമായി കുറിച്ചു വച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. ജനിക്കാനൊരു കാലം, കരയാനൊരു കാലം. ജനിക്കാനൊരു കാലം, കരയാനൊരു കാലം. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ കരയുന്നവരാണ്. സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ. ദുഃഖത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. കാരണം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ദ്രവ്യമായ ആഗ്രഹത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖിക്കുവാനേ നേരമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ മുന്നേ പോകുന്നവരാണോ, മുന്നിലേക്ക് നടക്കുന്നവരാണോ, അതോ പുറകിലേക്ക് നടക്കുന്നവരാണോ? പലപ്പോഴും പലരും പറയാറുണ്ട്, എൻ്റെ ജന്മം പാഴായിപ്പോയി, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുറകിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും കുഞ്ഞുനാളിലെ അനുഭവിച്ച വേദന ഇപ്പോഴും വഹിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ. ജീവിത പങ്കാളിയുമായി ജീവിതം ആരംഭിച്ചപ്പോൾ അന്ന് സംഭവിച്ച ചെറിയ വേദനകളാണ് ഇപ്പോഴും നമ്മളെ നയിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷവും 25 വർഷവും 30 വർഷമൊക്കെ ആയെങ്കിലും ജീവിതം തുടങ്ങിയ കാലങ്ങളിലുണ്ടായ ആ വേദനയും വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, ജനിക്കാനൊരു കാലം, ജീവിക്കാനൊരു കാലം, ജീവിക്കാനൊരു കാലം, സകലതിനും ഒരു കാലമുണ്ട്. കല്ല് പിറക്കി കൂട്ടാനൊരു കാലം, അത് പിറക്കി കളയാനൊരു കാലം. ആലിംഗനം ചെയ്യാനൊരു കാലം, അത് ചെയ്യാതിരിക്കാനൊരു കാലം. അങ്ങനെ വചനം വളരെ വ്യക്തമായും ഓരോന്നിനും ഓരോ അവസരമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ ചില ജോലി ഇടങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നമ്മളിപ്പോഴും ആ നഷ്ടപ്പെട്ടതിനെ ഓർത്തിരിക്കുകയാണ്. ആ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയുക. ദൈവം നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിയുക. പിറക്കി കൂട്ടാനായിട്ട് ശ്രമിക്കുക. കൂട്ടിയതിനെ വലിച്ചെറിയലല്ല, അത് പിറക്കി കൂട്ടണം. കൂട്ടിയിട്ട് അതിൻ്റെ നന്മ അനുഭവിക്കണം. പലപ്പോഴും ഈ കല്ല് പിറക്കിക്കൂട്ടി മറ്റുള്ളവർ പറഞ്ഞ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ ഒക്കെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. അതെല്ലാം നമ്മൾ എറിഞ്ഞു കളയണം, മനസ്സിൽ നിന്ന് പിറക്കി കളയണം. അത് പറയാൻ അനുവദിച്ചത് ദൈവമാണെന്നും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നും തിരിച്ചറിയണം. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും പലരും പറയുന്നത്, എനിക്ക് ശത്രുക്കൾ പെരുകിയിരിക്കുകയാണ്, ശത്രുക്കളുണ്ടെന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ശത്രുക്കളുള്ളത് നല്ലത് തന്നെ. കാരണം ശത്രു ഉണ്ടാകുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന നന്മ വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ശത്രുവിനെ കാണുമ്പോൾ മുഖം മ്ലാനമായോ ദേഷ്യഭാവത്തിലോ വെക്കേണ്ട കാര്യമില്ല.
കാരണം ആ വ്യക്തിയാണ് നിന്നെ ജീവിക്കുവാൻ അനുവദിച്ചതും ആ വ്യക്തിയാണ് നിന്നെ ഭൂമിയിൽ വളർത്തുവാനായിട്ട് ഇടയാക്കിയത്. ജോബിനെ പരിശോധിച്ചാൽ നമുക്കറിയാം, ജോബ് നല്ല സമ്പന്നനായിരുന്നു. ജോബിൻ്റെ സകലതും നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവം അവനെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. പോയതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കാരണം ജോബിന് മനസ്സിലായി ഈ ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന സകല സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം എടുത്തു മാറ്റി ദൈവം തന്നതാണെന്നുള്ള വലിയ ബോധ്യമുണ്ടായാൽ ശത്രുത ഒഴിവാക്കുവാൻ അത് വളരെ എളുപ്പമായി മാറും. ഞാനിത് ധ്യാന സമയത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേച്ചി എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, ഭർത്താവ് ശത്രുവാണ്, മക്കൾ ശത്രുവാണ്, അയൽവാസികൾ മുഴുവനും ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞു ഞാൻ. ഹല്ലേലൂയ. കാരണം നിന്നെ അനുഗ്രഹിക്കാൻ, നിന്നെ വളർത്താൻ അവരൊരു ഉപകരണമാക്കി ദൈവം മാറ്റിയതാണ്. അതുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായും എഴുതി വച്ചിട്ടുണ്ട്, പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുക്കമുള്ളവരായിരിക്കണം, ഒരുങ്ങിയിരിക്കണമെന്ന്. അപ്പോൾ പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകും, ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടാകും. പക്ഷേ അതെല്ലാം ദൈവത്തിന് ഒരു നിമിഷം മതി എടുത്തു മാറ്റാൻ. അപ്പോൾ ഒരുക്കമുള്ളവരായിരിക്കണം. നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദി പറയണം. പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. ശത്രുവിനെ നോക്കിയിരുന്നാൽ, നമ്മുടെ പ്രതിസന്ധികളെ നോക്കിയിരുന്നാൽ, നമ്മളുടെ കുറ്റങ്ങളെ നോക്കിയിരുന്നാൽ തീർച്ചയായും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുകയില്ല. സങ്കീർത്തനം 118:24 പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിനെന്ന്, ആനന്ദിക്കുവിനെന്ന്. നിരന്തരം സന്തോഷിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ആനന്ദത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ആനന്ദം വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന എല്ലാ സഹനങ്ങളെയും അതിജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. ആയതിനാൽ നീ നിൻ്റെ ചുറ്റുപാട് നോക്കി ചുരുങ്ങിപ്പോകലല്ല, നീ മുകളിലേക്ക് നോക്കി ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഇത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ തീഷ്ണതയോടെ അവന് വേണ്ടി ജീവിക്കുന്നവരായി മാറാം, ശുശ്രൂഷകരായി മാറാം. എനിക്കറിയാം, ഒരു കുടുംബം ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് നോക്കി ദുരിതത്തിലേക്ക് കടന്നു പോകുന്നത്. കുറഞ്ഞ ഒരു സമ്പാദ്യമായിരുന്നു അവർക്ക് കടം ഉണ്ടായിരുന്നു. കുറഞ്ഞ ഒരു കടമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വർദ്ധിച്ചു അവരുടെ വീട് വിൽക്കേണ്ടി വന്നു. അതോടെ ഭാര്യ ഭർത്താവ് തമ്മിൽ ഐക്യമില്ലാതായി, മക്കൾ തമ്മിൽ സ്നേഹമില്ലാതായി, കിട്ടിയ സമ്പത്ത് മുഴുവൻ വിചാരിച്ചതിലും അപ്പുറം നഷ്ടപ്പെട്ടു പോയി. സമാധാനത്തെ ജീവിക്കേണ്ടവർക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കാതായിപ്പോയി. എന്തുകൊണ്ടാണ്? പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നോക്കുമ്പോൾ നമ്മൾക്ക് ദൈവം തരുന്ന അനുഗ്രഹത്തെ കാണുവാൻ സാധിക്കുകയില്ല, ദൈവം നൽകുന്ന സന്തോഷത്തെ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ഇനി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, 2 പേർ ഭൂമിയിൽ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. ഇപ്പോൾ 2 പേര് യോജിച്ച് ചെയ്യാത്തതാണ് പലപ്പോഴും തകർച്ചയുടെ കാരണം. 2 പേര് യോജിച്ച് പ്രാർത്ഥിക്കാത്തതാണ് തകർച്ചയുടെ കാരണം. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അത് സാധ്യമാകും. അതുകൊണ്ട് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന് വചനം പറയുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, ആ പ്രത്യാശയിലേക്ക് കടന്നു വരാൻ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നയിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ എല്ലാ വരദാനങ്ങളും ഉപയോഗിക്കുന്നവരായി മാറുവാൻ
സ്നേഹം, സമാധാനം, സന്തോഷം, ആനന്ദം, ദയ, വിശ്വസ്തത, ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ട് അതനുഭവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരണം പഴയതുമായി മുന്നോട്ട് പോയാൽ അതിൽ പുതിയതൊരിക്കലും ചേർത്ത് വയ്ക്കാൻ സാധിക്കത്തില്ല എന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പഴയ ചിന്താഗതിയെ മാറ്റി ഒരു പുത്തൻ ചിന്തയിലേക്ക് കടന്നു വന്ന് പുതിയൊരു അഭിഷേകം പ്രാപിക്കുന്നവരായി നമുക്ക് മാറാം. പ്രിയ സഹോദരങ്ങളെ, പിന്നീട് പറയുകയാണ്, എല്ലാത്തിനും ഒരു അവസരമുണ്ട്. എല്ലാത്തിനും. നിൻ്റെ ജീവിതം ഇപ്പം തകർച്ചയിലാണോ? നിൻ്റെ ജീവിതം നീ വിചാരിക്കുന്നിടത്ത് എത്തുന്നില്ലേ? പറയുകയാണ്, ഒരു അവസരമുണ്ട്. നീ അതുകൊണ്ട് നിൻ്റെ ദുഃഖമൊക്കെ മാറ്റിവെക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്ന ഹൃദയവേദന ശക്തി കെടുത്തിക്കളയും. അതുകൊണ്ട് ദുഃഖമെടുത്ത് മാറ്റുക. ദൈവത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയ സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട് തിരികെ വരുവാനുള്ള ഒരു ശ്രമം നടത്തുക. കാരണം ഒരു കുന്നുണ്ടായാൽ ഒരു ഇറക്കമുണ്ടാകും, ഒരു ഇറക്കമുണ്ടായാൽ ഒരു കുന്ന് ഉണ്ടാകും. നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നീ പരാജയത്തിലാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിൻ്റെ ജീവിതം ഇറക്കത്തിലാണെങ്കിൽ നീ വിഷമിക്കണ്ട. കാരണം നിനക്കൊരു ഉയർച്ചയുണ്ട്. ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. നീ ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ ദൈവം കരുണാസമ്പന്നനാണ്, ദയാനിധിയാണ്. ആ ദൈവത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ ദൈവത്തോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്. ആ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും തള്ളിക്കളയുകയില്ല. നമുക്കറിയാമല്ലോ, ജോബിനെ പരീക്ഷിച്ചെങ്കിലും ദൈവം ജോബിന് കൊടുക്കാനുള്ള സകലതും 70 ഇരട്ടി നൽകിയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ തരും. നിന്നെ സഹനത്തിലൂടെ ശുദ്ധി ചെയ്തെടുത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ തകർച്ച ഒരു അനുഗ്രഹമാണ്. കാരണം നിന്നെ ശുദ്ധീകരിക്കുന്ന നിമിഷമാണത്. നിൻ്റെ ചിന്തകളെ, നിൻ്റെ പ്രവൃത്തികളെ, നിൻ്റെ ബുദ്ധിയിലുള്ള സകല മാലിന്യങ്ങളെയും കഴുകി ഒരു പുത്തൻ ഉണർവുള്ളവരാക്കി, പുതിയ കൃപയുള്ളവരാക്കി, തീരുമാനമെടുക്കുന്നവരാക്കി മാറ്റുവാൻ ഈ സഹനം ഒരു അനുഗ്രഹമായി മാറും. അതുകൊണ്ട് മുന്നിലുള്ളതിനെ മുറുകെ പിടിക്കുക. സങ്കീർത്തനം 121 പറയുന്നുണ്ടല്ലോ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ നിന്നല്ലാതെ ഒരു മനുഷ്യനും സഹായം വരില്ല. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ കർത്താവ് തരുന്ന സമാധാനവും, കർത്താവ് തരുന്ന സമ്പത്തും, കർത്താവ് തരുന്ന ആശ്വാസവും അത് വേറെ ഒരു മനുഷ്യനും എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. കാരണം നീ ദൃഷ്ടി ഉയർത്തിയിരിക്കുന്നത് കർത്താവിങ്കലേക്കാണ്. മുകളിലേക്ക് ആരൊക്കെ ദൃഷ്ടി ഉയർത്തുന്നോ അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സഹനങ്ങൾ വരും, പക്ഷേ അത് സഹിക്കാനുള്ള കൃപ ദൈവം നിനക്ക് നൽകും. ആ കൃപയാലാണ് നമ്മൾ നിലനിൽക്കുന്നത്. മനുഷ്യന് ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ്. പരസഹായം കൂടാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് നൽകുന്ന ഓരോ വ്യക്തികളെയും ദൈവം തരുന്നതാണെന്നും ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര ചെയ്യുന്നവരായി മാറണം. പുറകിലേക്ക് നോക്കി യാത്ര ചെയ്താൽ നമുക്ക് മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. ആയതിനാൽ ജീവിതത്തിൻ്റെ പരാജയങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, പരാജയങ്ങളെക്കുറിച്ച് സങ്കടപ്പെട്ട് മുറിക്കകത്തിരുന്ന് കരയുന്നെങ്കിൽ
ഇനി എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി പ്രിയ സഹോദരങ്ങളെ. കാരണം നിന്നെ പൂർണ്ണമായും അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നീ ദൈവത്തിങ്കിലേക്ക് തിരിയാതിരുന്നതല്ലേ, ദൈവത്തിൽ നിന്നും അകന്നു പോയതല്ലേ നിൻ്റെ തകർച്ചയുടെ കാരണം? ഒന്ന് നീ ആയിരിക്കുന്നിടത്തിരുന്ന് ഒന്ന് ചിന്തിക്കുക. കാരണം കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മറക്കുക. മറന്നിട്ട് ഒരു പുത്തൻ വ്യക്തിയായി, പുതിയൊരു അഭിഷേകമായി. കാരണം ദൈവം ആണ് എന്നെ നയിക്കുന്നത്. ദൈവത്തിന് എൻ്റെ ഈ തകർച്ചയുടെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. പലപ്പോഴും 3-4 പ്രാവശ്യമൊക്കെ തോറ്റിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഇനി ഞങ്ങൾ എഴുതുന്നില്ല, രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്ന ഒത്തിരി മക്കളെ എനിക്കറിയാം. പക്ഷേ അവരെല്ലാവരും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കാൻ തുടങ്ങിയ സമയം മുതൽ പിന്നീട് അവർ ജയിക്കുകയും ഒത്തിരി ജോലി സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ പരാജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തോൽവി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവം ഒരു മനുഷ്യനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും അത് തടയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും, നിൻ്റെ എല്ലാ സങ്കടങ്ങളെയും, നിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും കർത്താവിന് സമർപ്പിക്കുകയും. നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന വ്യക്തിയാണോ? ജീവിതം തകർന്നു പോയെന്ന് പറഞ്ഞ് നടക്കുന്നതാണോ? പാരമ്പര്യമായി വന്ന ബന്ധനത്തിലാണോ? ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. രക്ഷകനായ യേശു ക്രിസ്തുവിന് നിന്നെ രക്ഷിക്കാനാകും. കാരണം സകലത്തെയും അതിജീവിച്ചവനാണ് ക്രിസ്തു. ദാവീദിൻ്റെ ഗോത്രത്തിൽ 14-ാമത്തെ തലമുറയിൽ ശക്തമായി ഉയർത്തെഴുന്നേറ്റവനാണ് യേശു ക്രിസ്തു. ലോകത്തിന് രക്ഷ നൽകാൻ, നിൻ്റെ ജീവിതത്തെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും പ്രിയ സഹോദരങ്ങളെ. കാരണം അവനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവനറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ചലനം പോലും ഉണ്ടാകില്ല. അപ്പോൾ അവനിൽ പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ അവൻ നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുകയും ദൈവം നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ആയതിനാൽ നിയമാവർത്തനം 6:5 പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവിടുത്തെ സ്നേഹിക്കണം, അവിടുത്തെ ആരാധിക്കണം. സമയം കിട്ടുമ്പോഴെല്ലാം നിനക്ക് ദുഃഖമാണോ? മറ്റുള്ളവരോട് പറഞ്ഞാലും കേൾക്കുന്നില്ല എങ്കിൽ നീ അറിഞ്ഞിരിക്കുക, നിൻ്റെ വീടിനടുത്ത് ഒരു നിത്യാരാധന ചാപ്പൽ കാണും. രാജാതിരാജൻ അവിടെ നമ്മളെയും നമ്മുടെ വരവും പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. നിൻ്റെ ഏത് ദുഃഖമാണെങ്കിലും ഒരു 10 മിനിറ്റ് നീ അവിടെ പോയി ഒന്നും പറയണ്ട, നീ വെറുതെ ഇരുന്നാൽ മതി. നിന്നെ ശ്രദ്ധിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നിനക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു തരും. കാരണം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ എപ്പോഴും തകർച്ചകളായിരുന്നു. എങ്ങനെയെങ്കിലും പിടിച്ച് കയറി വരും, പക്ഷേ വീണ്ടും തകർച്ചയിലേക്ക് വരും. കൂടെ നിൽക്കുന്നവരും കൂട്ടത്തിലുള്ളവരും എല്ലാവരും തകർത്തിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം പിടിച്ചു നിന്നത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ പോയിരുന്ന് ആരും കാണാതെ നിലവിളിക്കുമ്പോഴാണ്. ഞങ്ങളുടെ ഇടവക ദേവാലയത്തിനടുത്ത് കോൺവെൻറ്റിലൊരു ദിവ്യകാരുണ്യ ആരാധനാലയം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലാണ് പോയി സമാധാനം കണ്ടെത്തുന്നത്. സമയം കിട്ടുമ്പോഴെല്ലാം ഓടിപ്പോയി അവിടെ ഇരുന്ന് ഈശോയുടെ കാര്യം പറയും, ഇറങ്ങിപ്പോരും. പ്രിയ സഹോദരങ്ങളെ, ദൈവം സമൃദ്ധമായി വഴി നടത്തുന്നത് അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആയതിനാൽ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം പൂർണ്ണമായും മറന്നുകൊണ്ട് നിനക്ക് ആശ്വാസം നൽകുന്ന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നീ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുക. ഒന്നും വേണ്ട, അവിടെ കുറച്ച് നേരം ഇരിക്കുക ശാന്തമായി. വചനം പറയുന്നുണ്ടല്ലോ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക.
അതൊന്ന് അനുഭവിച്ച് നോക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ പരാജയങ്ങളെ ഉയർച്ചയായി മാറുന്നത് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നത് ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് കുറയുമ്പോഴാണ്, പ്രാർത്ഥന കുറയുമ്പോഴാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയെല്ലാം മറക്കാൻ പൂർണ്ണമായും പ്രാർത്ഥന എന്ന ആയുധം നമുക്ക് ധരിക്കാം. ഒരു തകർച്ചയുണ്ടായാൽ ഒരു ഉയർച്ചയുണ്ട്. പലരും എന്നോട് പറയുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. പ്രിയ സഹോദരങ്ങളെ, അതൊരു അനുഗ്രഹമാണ്. നിൻ്റെ മനസ്സിനെ ശാന്തമാകുന്ന സമയമാണത്. കർത്താവ് സംസാരിക്കുന്ന സമയമാണ്. പലരും പറയുന്നത് ഇത് സാത്താൻ്റെ പരിപാടിയാണ്, എനിക്ക് ഉറക്കം വരുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ നെടുവീർപ്പ് പോലും ദൈവം ശ്രദ്ധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി ഇരുന്നാൽ മാത്രം മതി. നെടുവീർപ്പറിയുന്ന ദൈവം നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തീർച്ചയായും ദൈവം നിനക്ക് വേണ്ടത് ചെയ്തു തരും. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ നിന്നും പലപ്പോഴും ഞങ്ങൾ വഴിതെറ്റി അകന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ പരാജയങ്ങളിലേക്ക് നോക്കി പലപ്പോഴും ഈ ഭൂമിയിൽ ഞങ്ങൾ ഇല്ലാതാകുന്നതാണ് നല്ലതെന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവേ, പലപ്പോഴും മറ്റുള്ളവർ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നിന്നെ മറന്നു ഞങ്ങൾ ഓടി നിൻ്റെ സന്നിധി വിട്ട് ദൂരെ പോയിട്ടുണ്ട്. അതിനെയൊക്കെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കൂടുതൽ തീക്ഷ്ണതയോടെ ഇതെല്ലാം ദൈവം നൽകിയതാണെന്നുള്ള വലിയ ബോധ്യത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആ ദൈവകൃപയാൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പലപ്പോഴും എൻ്റെ രോഗാവസ്ഥ എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ രോഗത്തിലേക്ക് നോക്കി ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്ന സമയവും സാഹചര്യങ്ങളുമുണ്ട്. അതിനെല്ലാം ഇപ്പോൾ സമർപ്പിക്കുന്നു ഈശോയെ. പത്തിരട്ടി തീക്ഷ്ണതയോടെ അങ്ങിലേക്ക് ചേർന്ന് വരുവാൻ, അങ്ങയോട് ആയിരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ ഞങ്ങൾക്ക് പുത്തൻ ഉണർവും പുതിയ ചിന്തയും പുതിയ ആശയവും നൽകി ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞങ്ങളെ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ കുറ്റങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായി രൂപപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈ വചനം ശ്രവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയായിരുന്നുവെന്ന് ആ ഒരു വലിയ ബോധ്യത്താൽ എനിക്ക് പുത്തൻ തീരുമാനങ്ങൾ എടുക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, പുത്തൻ അഭിഷേകം നൽകി പുതിയ കൃപയെ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തെ ക്രമപ്പെടുത്തുകയും സഹനങ്ങളിൽ ആനന്ദം കണ്ടെത്തുവാനും സഹനങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള വലിയ കൃപയാൽ നയിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.